എന്റെ പേര് മിജ. ഞാൻ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലുള്ളതാണ്. ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയത് വീടിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. വീട്ടിലുള്ള ജീവിക്കാനുള്ള ചേട്ടന് എല്ലു കച്ചവടമായിരുന്നു. എല്ലു കച്ചവടത്തിൽ ഭയങ്കര നഷ്ടമായിരുന്നു. അപ്പൊ ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വീടുകൾ കയറി ഇറങ്ങി ഈ കുറച്ച് അച്ചാറ്, കുറച്ച് ചിപ്സ് അങ്ങനെയായിട്ട് വീടുകൾ കയറി ഇറങ്ങി വിറ്റു. കയറി ഇറങ്ങി വിറ്റ ശേഷമാണ് എന്നെ ബ്ലോക്കിലേക്ക് എടുക്കുന്നത്. ബ്ലോക്കിൽ എനിക്ക് ബ്ലോക്കിന്റെ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കച്ചവടം കിട്ടി. അത് പിന്നെ ബ്ലോക്ക് നിർത്തി പിന്നെ ഞാൻ അത് കുടുംബശ്രീയിലേക്ക് ആയി. കുടുംബശ്രീയിലും ഇപ്പൊ എല്ലാ ജില്ലകളിലും പോണു. ഞങ്ങൾ 25 പെണ്ണുങ്ങളോളം ഉണ്ട് വർക്ക് ചെയ്യാൻ. ഞാൻ ഒരാളാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. 25 പേര് എന്റെ കീഴിലാണ്. ആ 25 പേരായിട്ട് ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് കയറിപ്പോന്നു. പിന്നെ അത് തന്നെയല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ഒരു വരുമാനം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ള വരുമാനം ഇതാണ്. ഒരു മോനുണ്ട്, ഭാര്യയുണ്ട്, 2 കുഞ്ഞു മക്കളുണ്ട്, ചേട്ടനുണ്ട്, കെട്ടിയവൻ. ഇത്രയായിട്ട് ഞങ്ങൾ ചെറിയൊരു കുടുംബമായിട്ട് ജീവിക്കും. ആ കുടുംബത്തിൽ എന്തായാലും ഞങ്ങൾക്കിത് ബിസിനസ് ഇല്ലെങ്കിൽ ഞങ്ങക്ക് ഭയങ്കര ദുഃഖമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല ഞങ്ങക്ക്. 10 സെന്റ് ഭൂമി അതിനകത്ത് ഇപ്പൊ പെര വെച്ചതാണെങ്കിലും ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടിയുള്ള ഒരു ലാഭം കൊണ്ടാണ് ഞങ്ങൾ ചെറിയൊരു ലാഭത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒത്തിരി ലാഭമൊന്നുമില്ല ഈ പരിപാടിയിൽ. ആൾക്കാർ കഴിക്കും നല്ല ലാഭവും ഉണ്ട്, ഭയങ്കര കച്ചവടമാണ്. കച്ചവടം ഉണ്ടെങ്കിലും നമുക്ക് അതിലും കൂടുതൽ ചെലവുണ്ട്. ശരിക്കും പറഞ്ഞ ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരാൻ വേണ്ടി ഞങ്ങക്ക് വണ്ടി ഈ ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ കാശം കൊണ്ട് ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ വണ്ടി തന്നെ ഇങ്ങോട്ട് എത്താൻ തന്നെ ഞങ്ങക്ക് 3000 രൂപ പെട്രോളിന് ഡീസലിന് മാത്രമായി. എന്നാലും ഇതിൽ നിന്നുള്ള ഒരു ലാഭം ഞങ്ങൾക്കൊരു സന്തോഷത്തിനും ഈ 25 കുടുംബത്തിനും ഒരു സന്തോഷമാണ് ഞങ്ങൾക്കത്. എന്താന്ന് വെച്ചാൽ പണിയില്ലാതെ ആവുമ്പോ എല്ലാവർക്കും ഒരു ഭയങ്കര സങ്കടമാണ്. എന്താന്ന് വെച്ചാൽ ചിലവര് ചിട്ടിയോടിയോടവരുണ്ടാവും, ചിലവര് മറ്റുള്ള കാര്യങ്ങള് അങ്ങനെ കൊച്ചങ്ങളെ പഠിപ്പിക്കാനൊക്കെയാണ് എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരേ കച്ചവടം കിട്ടണതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. ജമ്മു കാശ്മീർ ഒടുങ്ങി എല്ലാ സ്റ്റേറ്റിലും ഞാൻ പോയിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റിലും തന്നെ എനിക്ക് ഫസ്റ്റ് അവാർഡ് കിട്ടാറുണ്ട്. പിന്നെ ഇപ്പൊ ഈ തവണ നമ്മുടെ രാഷ്ട്രപതിയുടെ 25-ാം തീയതി ഞങ്ങൾക്ക് ഒരു സ്വീകരണം ഉണ്ടായി. അതുമല്ലാതെ 26-ാം തീയതി പരേഡ് കാണാനുള്ള ഒരു അനുമതി ഉണ്ടായി. എല്ലാം കൊണ്ടും ഞങ്ങള് ഇതില് ഉള്ള ഒരു സന്തോഷം ഭയങ്കര സന്തോഷം തന്നെ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഇത് കൊണ്ടുള്ള ലാഭം കൊണ്ടാണ് ഞാൻ ഒരു ചെറിയൊരു വീട് മുകളിൽ നില കെട്ടിയെടുത്തത്. താഴത്തെ നില അങ്ങനെ തന്നെ കെട്ടിയെടുത്തു. ഇതിൽ നിന്നുള്ള ഒരു വരുമാനമാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ വരുമാനം. ആ സന്തോഷം എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു സന്തോഷമാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പുറത്തേക്ക് ഒന്ന് പോകണം, ഒരു പെണ്ണുങ്ങളായി 10 രൂപ തായോ ചേട്ടാ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് പെണ്ണുങ്ങൾക്ക് വന്നില്ല. എല്ലാ പെണ്ണുങ്ങളും അത് കണ്ടുപഠിച്ച് അവനോനൊരു ചെറിയ തൊഴിൽ വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് ആർക്കുടെ അടുത്ത് കൈ നീട്ടേണ്ട ഒരു ആവശ്യം വന്നില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒരു ബിസ്ക്കറ്റ് വാങ്ങണോ, അല്ലെങ്കിൽ ഒരു കൊച്ചിന് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കണോ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഒരു കമ്മല് വാങ്ങിക്കണം, മാല വാങ്ങിക്കണം, എന്ത് വാങ്ങിക്കണമെങ്കിലും നമ്മുടെ ഒരു വരുമാനം പെണ്ണുങ്ങള് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. പിന്നെ ലാഭിഷ്ടമായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോകും. അല്ലാതെ ചുരുക്കി പിടിച്ച് കിട്ടുന്ന കാശിന് നമ്മുടെ കയ്യിൽ ഒതുക്കി പിടിക്കാനുള്ളൊരു സംവിധാനം പെണ്ണുങ്ങൾക്ക് വേണം. അത് പ്രത്യേകതയാണ്. അതുണ്ടെങ്കിൽ അല്ല മൊത്തം കെട്ടിയോന്റെ കൊടുത്തു, അല്ലെങ്കിൽ മോന്റെ കൊടുത്തു, അല്ലെങ്കിൽ മോക്കടെ കൊടുത്തു, അത് ചെലവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും രക്ഷ നേടില്ല. അത് കുറച്ച് ചെറിയൊരു പിടുത്തം കിട്ടിയാലാണ് നമുക്കത് ഒരു ഇതാവുള്ളൂ. റെസ്പേയുടെ പരിപാടിക്ക് എന്നെ ഉൾപ്പെടുത്തിയതില് വളരെയധികം നന്ദി.